കൈക്കൊള്ളുമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പി പറഞ്ഞു. എയർ കേരള യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും സുധാകരൻ സൗദിയിൽ വോയിസ് ഓഫ് കേരള ന്യൂസിനോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി നൌഷാദ് തലവ ചേരുന്നു. സ്വകാര്യ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ KPCC ജനറൽ സെക്രട്ടറിയും കണ്ണൂരിന്റെ MP-യുമായ കെ സുധാകർജി നമ്മളോടൊപ്പമുണ്ട്. സൗദി അറേബ്യയിലെ പ്രവാസികളെക്കുറിച്ചും അനധികൃതമായ റിക്രൂട്ടിങ്ങിനെക്കുറിച്ചും വിശദമായി സംസാരിക്കുവാൻ അദ്ദേഹം നമ്മളോട് പ്രേരിക്കുന്നു. അനധികൃതമായി സൗദി അറേബ്യയിൽ അടുത്ത സമയത്ത് റിക്രൂട്ടിങ്ങിൽ എത്തിപ്പെടുന്ന നിരവധി മലയാളികളുണ്ട്. ഈ അനധികൃത റിക്രൂട്ടിംഗ് തടയുവാനും ഇത്തരം മലയാളികൾ സൗദി അറേബ്യയിലേക്ക് എത്തിപ്പെടുന്നത് തടയാനുള്ള നടപടികൾ കേന്ദ്രമന്ത്രിസഭയിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കട്ടെ. ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് അനധികൃതമായ ഈ റിക്രൂട്ട്മെന്റ് തടയാൻ ഒരുപാട് നിയമങ്ങളിൽ മാറ്റങ്ങൾ ഇതിനകം തന്നെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ റെഗുലേഷൻസ് ഒക്കെ ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ഇല്ലാതാക്കാനുള്ള നടപടികളുടെ ഭാഗമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അനധികൃത റിക്രൂട്ട്മെന്റ് തടയണമെന്ന കാര്യത്തിൽ നിഷ്കർഷ ബുദ്ധിയുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അത് തടയാനുള്ള ഏത് നടപടിയും സർക്കാർ സ്വീകരിക്കും. ഇനിയും അത് നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എങ്കിൽ പുതിയ നിയമങ്ങൾ ഇനി ഉണ്ടാക്കി അത് തടയാനുള്ള സംവിധാനത്തെക്കുറിച്ച് സർക്കാരുമായി ഞങ്ങൾ ആലോചിക്കും. അതിൽ നടപടി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പ്രവാസി മലയാളികളോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന എയർ കേരള എന്ന പദ്ധതിയെ അത് മലയാളികൾക്ക് എത്രത്തോളം എന്നുള്ളതും മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ചില സാങ്കേതികമായ ഇളവുകൾ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചെങ്കിൽ മാത്രമേ എയർ കേരള എന്ന പദ്ധതി സാധ്യമാവുകയുള്ളൂ. അതിന് ഒരു MP എന്ന നിലയിൽ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹകരണത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു. എയർ കേരളയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ MP-മാർക്കെല്ലാം ഏകദേശം ഒരേ അഭിപ്രായമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ഞങ്ങൾ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എയർ കേരളയുമായി മുൻപോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിർദ്ദേശം. അതിന്റെ മുമ്പിൽ ഒരു നിയമത്തിന്റെ ചട്ടങ്ങളും തടസ്സമാവില്ല എന്ന കാര്യത്തിൽ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തോന്നിയതുപോലെ കേരളത്തിലെ ട്രിപ്പുകൾ ക്യാൻസലാക്കുക വഴി നമ്മുടെ പാവം പ്രവാസി മലയാളികൾക്കുണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾ ഒഴിവാക്കാനും എയർ കേരളയുടെ ഈ നടപടി കൊണ്ട് സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. വോയിസ് ഓഫ് കേരളയുടെ ശ്രോതാക്കളോട് ബഹുമാന്യനായ MP-ക്ക് എന്തെങ്കിലും നിർദ്ദേശമോ ഉപദേശമോ നൽകാനുണ്ടെങ്കിൽ? വോയിസ് ഓഫ് കേരളത്തിലെ കേരളക്കാരായ പ്രവാസികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് ആ വിഷയങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരാനും ഭരണാധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും അവർ നടത്തുന്ന ശ്രമകരമായ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അങ്ങയുടെ വിലപ്പെട്ട ഇത്രയും നേരം വോയിസ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ചിലവഴിച്ചതിന് വോയിസ് ഓഫ് കേരളയിൽ നിന്ന് 1000 സ്നേഹത്തിന്റെ നന്ദി അറിയിക്കുന്നു. വോയിസ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ദമാമിൽ നിന്നും നൌഷാദ് തലവ. ബജറ്റിൽ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ചതിനെതിരെ